ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായതെപ്പോൾ? 1946 ഡിസംബർ മാസം 6-ാം തീയതി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം നടന്നതെപ്പോൾ? 1946 ഡിസംബർ 9-ാം തീയതി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സമിതി ആദ്യമായി അഭിസംബോധന ചെയ്തത് ആര്? JB കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെ അംഗങ്ങളുടെ എണ്ണം എത്ര? 389. എന്നാൽ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? 299 അംഗങ്ങൾ. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ വനിതകളുടെ എണ്ണം എത്ര? 17. പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വനിതകളുടെ എണ്ണം 15. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളികളുടെ എണ്ണം എത്ര? മലയാളികൾ 17. ഈ 17 അംഗങ്ങളിൽ വനിതകൾ എത്ര? വനിതാ മലയാളികൾ എത്ര? 3 വനിതാ മലയാളികൾ.